ഏവർക്കും സ്നേഹവന്ദനം. ജീവിതത്തിൽ ഉഴന്നു നടക്കുന്നവരെ നിങ്ങൾ കണ്ടിരിക്കും. പരീക്ഷകളെല്ലാം എഴുതി സകല ഇൻ്റർവ്യൂവിനും പങ്കെടുത്ത് ഒരു ജോലിയിൽ കയറിക്കൂടുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിൽ ഉഴന്നു നടക്കുന്ന ധാരാളം യുവാക്കന്മാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രികൾ മുഴുവൻ കയറി ഇറങ്ങി ഉള്ള പണം മുഴുവൻ ചെലവഴിച്ചിട്ട് ഒരു രോഗത്തിനും യാതൊരു സൗഖ്യവുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായ ധാരാളം പേരെ നമുക്ക് വഴി വക്കിൽ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, കുടുംബജീവിതം പരാജയപ്പെട്ടിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നതായ യുവാക്കന്മാരും ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തിനധികം പരീക്ഷകൾ എഴുതി കൂട്ടിയിട്ട് ഒരു പരീക്ഷയിൽ പോലും പാസ്സാകാത്ത ആൾക്കാർ ഉണ്ട്. അതുപോലെ തന്നെ അപരന് കടം കൊടുത്തിട്ട് കടം കൊടുത്തതായ പണം തിരികെ കിട്ടാതെയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്നിട്ട് സ്വന്തം കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു പോയതായ ധാരാളം പേരെ നമുക്ക് ഈ തരത്തിൽ കണ്ടുമുട്ടുവാനായിട്ട് കഴിയും. ഇവരെല്ലാം ഉഴൽച്ചകൾ ഉള്ളവരാണ്, ഉഴന്നു നടക്കുന്നവരാണ്, അലഞ്ഞു നടക്കുന്നവരാണ്, മാനസികമായി തകർക്കപ്പെട്ട വ്യക്തികളാണ്, അവരുടെ ജീവിതം വിഭാഗിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്ന വ്യക്തികളാണ് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയും വിശുദ്ധ ബൈബിളിൽ നിന്ന് 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ഒരിക്കൽ കൂടി വായിച്ചു കേൾപ്പിക്കാം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ശത്രുഭീതി നിമിത്തം കുന്നുകളും മലകളും കാടുകളും ഒക്കെ മരുഭൂമിയിലൊക്കെ അലഞ്ഞു നടന്നതായ ഒരു വ്യക്തിയാണ് ദാവീദ്. അപ്പോൾ ദാവീദ് എഴുതിയതായ സങ്കീർത്തനമാണ്. അഥവാ തൻ്റെ ഉഴൽച്ചകളെ, ഞാനിങ്ങനെ ഉഴന്നു നടക്കുന്ന എൻ്റെ കാലടികളെ നീ എണ്ണി തിട്ടപ്പെടുത്തണമേ. ഞാൻ ഒഴുക്കുന്ന കണ്ണുനീര് നീ ഒരു തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് പറയുന്ന കാര്യമാണ്. ശ്രദ്ധിക്കണേ. ആകയാൽ നമ്മളുടെ ഏത് ഉഴൽച്ചകളെയും അറിയുന്നവനായ ഒരു കർത്താവ് ഉണ്ട്. ആകയാൽ നമ്മൾ ഉഴൽച്ചകളെ കാണുന്ന, നമ്മുടെ കാലടികളെ, ഉഴന്ന് നടക്കുന്ന നമ്മുടെ കാലടികളെ എണ്ണി തിട്ടപ്പെടുത്തുന്ന, നീ ഒഴുക്കുന്ന കണ്ണുനീര് അതേപോലെ തുരുത്തിയിലാക്കി വെച്ച് അതിൻ്റെ അളവ് നോക്കുന്നതായ ഒരു കർത്താവ് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വിശ്വാസമാകിയാലായിരിക്കും. എങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ഉഴൽച്ചകളെ എണ്ണുന്ന, നിങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുന്നത്: സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരയ്ക്ക് സമൻ എന്ന് കാണുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ശരിയായ രീതിയിൽ പറഞ്ഞാൽ കാറ്റ് അടിച്ച് ഉലയുന്നതായ കടൽ തിരയ്ക്ക് സമനോ ആയിത്തീരും, അഥവാ അതിന് തുല്യരായിത്തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംശയിക്കാതിരിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 യഹൂദ ബാലന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ അലച്ചിൽ വളരെ ദുഃഖകരമായിരുന്നു. അതായത് യെരൂശലേമിൽ നിന്ന് ഈ 3 യഹൂദ ബാലന്മാരെ പ്രവാസികളായി, അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 400 മൈൽ ഇവർ കാൽനടയായിട്ട് കൈകൾ ചങ്ങരയ്ക്ക് ഇട്ട് ബന്ധിച്ച് ഇവരെ നടത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ 400 മൈൽ മരുഭൂമിയിലൂടെയും കാടിലൂടെയും അതുപോലെ മലകളിലൂടെയും വനത്തിലൂടെയൊക്കെ നടത്തിക്കൊണ്ടുപോയതായ ഈ 3 ബാലന്മാരെ സംബന്ധിച്ചോളം അവർ വളരെയധികം കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതാണ്. അവർ ഉഴൽച്ചകൾ, അഥവാ കാലടിയുടെ ഈ ഉഴൽച്ചകളെ കണ്ട് മനസ്സലിഞ്ഞവനാണ് നമ്മുടെ ദൈവമെന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയും. ശ്രദ്ധിക്കണേ. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ദാനിയേൽ പ്രവചനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ കാണുന്നത് ഈ 3 ബാലന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നെബൂഖദ്നേസർ രാജാവ്, ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ രാജാവ് സ്വർണം കൊണ്ടുള്ളതായ ഒരു വലിയ വിഗ്രഹം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വിഗ്രഹത്തെ നിങ്ങൾ നമസ്കരിക്കണം. അപ്പോൾ നമസ്കരിക്കാതിരുന്നാൽ, അതായത് കത്തുന്ന തീച്ചൂളയിലേക്ക് നിങ്ങളെ എറിഞ്ഞുകളെ, കൈകാലുകൾ ബന്ധിച്ച് അതായത് ആ തീച്ചൂളയിലേക്ക് നിങ്ങൾ എറിഞ്ഞു കളയും.
പക്ഷേ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ വിഗ്രഹങ്ങളെ സേവിക്കുന്നവനല്ല, അവൻ ഒരിക്കലും ബിംബാരാധന ഉള്ളവനല്ല, വിഗ്രഹാരാധിയല്ല, അവനത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ യഹൂദ ബാലന്മാർ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഇക്കാര്യത്തിൽ ഉത്തരം പറയാൻ കാര്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കും എന്ന് അവർ പറയുക മാത്രമല്ല, ആ ദൈവത്തിൽ ആശ്രയിച്ചു. ആരിലാണോ അവർ വിശ്വാസം വെച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് അവർ ഈ നെബൂഖദ്നേസർ രാജാവ് അഥവാ ചക്രവർത്തിയോട് നേരെ മുഖത്ത് നോക്കി പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, അപ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോയും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഇക്കാര്യത്തിൽ ഉത്തരം പറയാൻ കാര്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും അത് രാജാവിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുകയും ചെയ്തു. അവരുടെ വിശ്വാസത്തിന് മുൻപിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? കർത്താവ് അവരുടെ വിശ്വാസത്തെ മാനിച്ചു. ഇവരുടെ വിശ്വാസത്തെ കർത്താവ് മാനിച്ചു. തീച്ചൂളയിൽ അവരോടൊപ്പം കർത്താവ് കൂടി ഇറങ്ങി വന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് അവരുടെ ഉഴൽച്ചകളെ മാറ്റി തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ചു. സങ്കീർത്തനം 56-8 വാക്യം ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധയിൽക്കൊണ്ട്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. അതായത് പണം എണ്ണി നോക്കി തിട്ടപ്പെടുത്തുന്നത് പോലെ ഓരോ വ്യക്തികൾ, അതായത് തങ്ങളുടേതായ സമാധാനമില്ലാത്തത് കൊണ്ടും പ്രയാസം അനുഭവിച്ച രോഗം കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും കഷ്ടതകൾ കൊണ്ടും അതുപോലെ തൊഴിലില്ലാതെയൊക്കെ ഉള്ളതായ അവരുടേതായ ആ ഉഴൽച്ചകളുണ്ടല്ലോ, ആ കാലടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേച്ചു പോകുന്ന കാലടികളുണ്ടല്ലോ, ആ കാലടികൾ അതായത് എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, അങ്ങനെ അത് എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു കർത്താവ് എനിക്കും നിനക്കുമായിട്ടുണ്ട്. നിന്റെ ഉഴൽച്ചകളെ കാണുന്ന, നിന്റെ അവസ്ഥകൾക്ക് പരിഹാരം വരുത്തുന്ന, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും തീച്ചൂളയിൽ നിന്ന് വിടുവിച്ച ആ ഒരു കർത്താവ് നമുക്ക് ഇന്നും ജീവിക്കുന്ന കാര്യം മറന്നു പോകരുത്. വീണ്ടും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അതായത് വിലയേറിയ വീഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ഈ തുരുത്തിയിൽ എൻ്റെ കണ്ണുനീര് ആക്കി വെക്കണമേ. പൗരസ്ത്യ നാടുകളിൽ ഈ വൈൻ സൂക്ഷിച്ചു വെക്കുന്ന തോൽക്കുടങ്ങളുണ്ട്, തോലുകൊണ്ടുണ്ടാക്കിയതായ മൃഗത്തോലുകൊണ്ടുണ്ടാക്കിയതായ കുടങ്ങളുണ്ട്. അതിനകത്താണ് ഈ വിലയേറിയതായ ശ്രേഷ്ഠമായ വൈൻ സൂക്ഷിച്ചു വെക്കാറുള്ളത്. അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിലാപ സമയങ്ങളിൽ അതായത് കരയുന്ന കണ്ണുനീരിൻ്റെ അളവ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് ഇപ്പോൾ വിലാപമാണല്ലോ, ഒന്നുകിൽ അവൻ്റെ ആരെങ്കിലും വേർപെട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവനിങ്ങനെ വിലപിക്കുകയാണെന്ന് കരുതുക. ആ ഒഴുകുന്ന കണ്ണുനീര് തുണി പോലുള്ളതായ വസ്തു ഉപയോഗിച്ചിട്ട് അത് ഒപ്പി എടുത്തിട്ട് അത് പിഴിഞ്ഞ് പല നാളുകളായിട്ടുള്ളതായ അത് പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയാവോ? ഇവൻ്റെ ഈ കണ്ണുനീരിൻ്റെ അളവ് എടുക്കുന്നതായ സ്തോത്രം ആ ഒരു രീതി അതായത് പൗരസ്ത്യ ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ എടുത്തു വെച്ചതായ ആ കണ്ണുനീർ കണ്ടിട്ട് അറിയാൻ കഴിയും ഇവർ എത്രത്തോളം കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട്, ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് എത്രത്തോളം ദുഃഖമുണ്ട്, എത്രത്തോളം ഭാരമുണ്ട്, എത്ര പ്രയാസമുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്തെ, നീ ഒഴുക്കിയതായി കണ്ണുനീരിന് മുഴുവൻ അളവുണ്ട് കേട്ടോ. സ്വതന്ത്രം അതെല്ലാം അളവുണ്ട്, അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിശ്ചയമായും അത് കണക്കാക്കി നിന്നെ വിടുവിക്കും. നീ നിൻ്റെ ഒരു ജോലിക്ക് വേണ്ടി, നിൻ്റെ ഒരു രോഗശാന്തിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നീ കൊടുത്തതായ പണം തിരികെ കിട്ടാതെയുള്ളതായ വിഷമത്തിൽ, അതുപോലെ മറ്റുള്ളവന് വേണ്ടി പണയം മറ്റുള്ളവർ ജാമ്യം നിന്നിട്ട് നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതൊക്കെയും സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. നിന്റെ ഉഴൽച്ചകൾ ആ കാലടികളുടെ എണ്ണം എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ നീ ഒഴുക്കിയതായ കണ്ണുനീരിൻ്റെ അളവ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും കർത്താവ് പ്രവർത്തിക്കും. പക്ഷെ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സത്യം ഇതാണ്, അതായത് നീ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംശയിക്കുന്ന വ്യക്തി എങ്ങനെയാണ്, അതായത് കാറ്റടിച്ച് എഴുന്നതായ തിരമാലകൾക്ക് സമൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സംശയം വിട്ടുകളഞ്ഞിട്ട് പൂർണ്ണമായി കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കൂ, കർത്താവിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം വരുത്തും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കണ്ണ് അടയ്ക്കാം, തല വണക്കാം, ദൈവങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. തീർച്ചയായും പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചാട്ടെ.
പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ വാഴ്ത്തുന്നു. കർത്താവെ ഹല്ലേലൂയ. മരുഭൂമിയിലൂടെ, കർത്താവ് വനത്തിലൂടെ, കർത്താവ് മലകളിലൂടെ ഒക്കെയും അലഞ്ഞു നടന്നതായ, ശത്രുഭീതി നിമിത്തം അലഞ്ഞു നടന്നതായ ദാവീദിൻ്റെ കാലിൻ്റെ, കർത്താവ് ഹല്ലേലൂയ, ആ ഉഴൽച്ചയുടെ കർത്താവ് കാലടികൾ, അതിൻ്റെ എണ്ണം നോക്കിയെടുത്തവനായ കർത്താവ്, അവൻ കരഞ്ഞ് നിലവിളിച്ചും ആ കുന്നുകളും മലകളും മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവൻ്റെ കണ്ണുനീരെല്ലാം ഒരു തുരുത്തിയിലാക്കി വെച്ചവനായ കർത്താവ്. ആകയാൽ ദൈവമേ, ഈ ശബ്ദം കേൾക്കുന്ന, ഈ മെസ്സേജ് കേൾക്കുന്ന ആ സഹോദരൻ്റെ, ആ സഹോദരിയുടെ, ആ മാതാവിൻ്റെ, ആ പിതാവിൻ്റെ, ആ കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്നതായി കണ്ണുനീരിൻ്റെ അളവ് നിനക്കറിയാമല്ലോ. അതുപോലെ തന്നെ കർത്താവ് വ്യക്തിയുടെ പണം മിണ്ടുന്നത് പോലെ അവ ഉഴന്ന് നടന്നതായ ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിദേശത്ത് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവമേ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് കർത്താവെ കടം കൊടുത്തായ പണം തിരികെ കിട്ടാത്തുള്ള അവസ്ഥയിൽ, രോഗം ബാധിച്ച് വല്ലാത്ത അവസ്ഥയിലായിട്ട് കർത്താവ് സൗഖ്യത്തിന് വേണ്ടി കൂടി നടന്നതായ, ഒരു നല്ലൊരു ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൂടി നടന്നതായ ആ കാലിൻ്റെ ഉഴൽച്ചകളെ നീ കണ്ടിട്ട് കർത്താവെ അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കർത്താവ്, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവ് ഈ പ്രിയപ്പെട്ടവർക്കൊണ്ട് നീ പ്രവർത്തിക്കണമേ. അവരുടെ രോഗത്തെ മാറ്റണമേ, അവരുടെ കഷ്ടങ്ങളെ മാറ്റണമേ, അവരുടെ പ്രയാസങ്ങളെ മാറ്റണമേ, അവരുടെ പ്രതിബന്ധങ്ങളെ മാറ്റണമേ. കർത്താവെ, നീ ഇന്നും ജീവിക്കുന്ന ദൈവമെന്നറിയുവാൻ ഇടയാക്കണമേ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറയുന്ന കർത്താവെ, 3 യഹൂദ ബാലന്മാരെ അവരുടെ കഷ്ടങ്ങളും അവരുടെ കണ്ണുനീരും അവരുടെ പ്രയാസങ്ങളും വലുതായിരുന്നല്ലോ. 400 മൈൽ കർത്തായ കൈകൾ ബന്ധിക്കപ്പെട്ടവരായി അടിമകളായിട്ട് വനങ്ങളും മലകളും പാറകളും കർത്താവ് പുഴകളും എല്ലാം കടന്ന് അവരെ കർത്താവ് ബാബിലോണിൽ എത്തിച്ചേരുവാനായല്ലോ. കർത്താവ് അവരനുഭവിച്ചതായ ദുഃഖം വലുതായിരുന്നു, ദുരിതം വലുതായിരുന്നു. അത് നീ കണ്ട് അവരെ തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ചവനായ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെയും കർത്താവെ ആശ്വസിപ്പിക്കുകയും അവരെ നീ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കിട്ടിയാൽ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സന്ദേശം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.